അങ്ങനെ എന്തൊക്കെയായിരുന്നു? മലപ്പുറം കത്തി, നാടൻ ബോംബ്, മെഷീൻ ഗണ്ണ്, പവനായി ശവമായി. സത്യം. മുനി ചോക്ലേറ്റ് മെൽറ്റ് ആവണതിന് മുന്നേ കൊടുക്കും മുനി എന്ന് പറഞ്ഞ ലാലേട്ടൻ ലാസ്റ്റ് പെട്ടി പാക്ക് ചെയ്തോ. പെട്ടി കൊടുത്തല്ല, പെട്ടി പാക്ക് ചെയ്തോ. അതെ. അപ്പോ ഈ സീസണിലെ ഗെയിം ചേഞ്ചർ ബിഗ് ബോസ് ജാസ്മിന്റെ ഉപ്പ. പിന്നെ ഞാൻ ഒരു കേസ് പറയട്ടെ, ഈ കാണുന്ന പ്രേക്ഷകർ പൊട്ടന്മാരല്ല. കുറെ കാലമായിട്ട് ഈ ഷോ കാണുന്നുണ്ട്. ഈ ഷോ എങ്ങനെ പോകുന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയുന്നവരാണ് ഈ ഷോ കാണുന്ന ആളുകൾ. പിന്നെ ഇമോഷണൽ സൈഡൊക്കെ വെച്ച് ഒരു ഫണ്ടിന് വേണ്ടി കാണുന്നവരുണ്ടാവും. പക്ഷെ കൃത്യമായിട്ട് ഷോ കണ്ട് അനലൈസ് ചെയ്യുന്ന ഒരുപാട് പേര് പുറത്തുണ്ട്. പിന്നെ നിങ്ങൾ കണക്കാക്കേ വേണ്ട, ഇന്നേക്കാൾ നന്നായിട്ട് ഷോ അനലൈസ് ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ അരിഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് തന്നെ മനസ്സിലാവും. അതായത് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ജാസ്മിന്റെ ഉപ്പ വിളിച്ചു എന്ന് പറയുമ്പോൾ തന്നെ പുറത്തുള്ള കോലാഹലങ്ങൾ അവിടെ എത്തിക്കുക എന്നുള്ള ഗ്രാൻഡ് പ്ലാനിന്റെ ഭാഗമാണ് അത് എന്നുള്ളത്. ഓക്കെ, ശരിക്കും ബിഗ് ബോസിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമാണ്. പിന്നല്ലേ, അതായത് എന്ത് പ്രിവിലേജ് ആണ് ജാസ്മിനുള്ളത്. എത്രയോ സീസണിൽ എത്രയോ പേർക്ക് സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും ഉള്ളിലിരിക്കുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും ഒക്കെ കിട്ടിയിട്ടുണ്ട്, എന്തൊക്കെ കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഷോന്റെ ക്രെഡിബിലിറ്റി പോവും. അതായത് ഈ ഷോനകത്ത് ഇങ്ങനെ ഉമ്മ വെക്കലും കെട്ടിപ്പിടിക്കലും ഒക്കെ ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഷോനകത്ത് പിന്നെ അത് തുടങ്ങുമ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യണം? ഓൺ ചെയ്യണം. മാത്രല്ല അത് പറഞ്ഞു കൊടുക്കാനാണ് ഒരു ഹോസ്റ്റ് അതിന്റെ ഉള്ളിലുള്ളത്. ആള് വന്നിട്ടാണ് അത് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ അതിന്റെ ഉള്ളിൽ ആള് ബിരിയാണി കഴിക്കാൻ ഭയങ്കരമായി കൊതി പിടിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ബിരിയാണി കൊടുത്തു വിട്ട് അങ്ങനെ ഉണ്ടാവും. കൺഫ്യൂഷൻ വിളിച്ചിട്ട് ബിരിയാണി കൊടുത്താൽ പോരെ. ഇതിപ്പോ ഒരുമാതിരി എന്താ, ഇവരെന്നെയാണല്ലോ ക്യാമറ സൂം ചെയ്തത് കയ്യും കാലും മറ്റതും മറിച്ചതൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. വേറെ ഒന്നും കാണിക്കില്ലാത്ത 24 hours ഇത് കാണിച്ചിരുന്നിട്ടേ. അപ്പൊ ആക്ച്വലി ബിഗ് ബോസിന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ലവ് സ്ട്രാറ്റജി വർക്ക് ചെയ്യിച്ചിട്ട് അത് പുറത്ത് വർക്ക് ചെയ്യിക്കാന്നായിരുന്നു. ഒരു പരിധി വരെ സക്സസ്ഫുൾ ആയിരുന്നു. പക്ഷെ അവരുടെ ഓവർ ആക്ടിങ്, ജാസ്മിന്റെ ഗബ്രീന്റെ ഓവർ ആക്ടിങ് കാരണം പൊട്ടി തകർന്നു. അതായത് ബിഗ് ബോസ് ഇട്ട പ്ലാനിന്റെ മുകളിൽ അവർ പ്ലാൻ ചെയ്തു. നമുക്ക് ബിഗ് ബോസിനെയും പറ്റിക്കാം, നമുക്ക് ഇതൊക്കെ ഫ്രണ്ട്ഷിപ്പാന്ന് പറഞ്ഞിട്ട് ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഒരു വഴിയാണ് തുറന്നെടുത്തപ്പോ അതിൽ കയറിയിട്ടാണ് കുത്തി മറിഞ്ഞു. അതെ. അപ്പൊ എന്താണെങ്കിലും ഒരു പ്രമോ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന്. ഓക്കെ, പ്രമോ ഞാൻ അവിടെ പ്ലേ ചെയ്യാം. ഗബ്രിയുടെ വീട്ടുകാർ കണ്ടാലും ജാസ്മിന്റെ വീട്ടുകാർ കണ്ടാലും നിങ്ങൾ ഇങ്ങനെയല്ല ഗെയിം കളിക്കേണ്ടെന്ന് പറയും. എല്ലാ റിലേഷനും ഒരു ബോർഡർ ഉണ്ട്. ഞങ്ങളുടെ ബോർഡറിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? എവിടെയൊക്കെയോ നിങ്ങളെയും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കൂ. ലവ് അല്ല ഫ്രണ്ട്ഷിപ്പും അല്ല അങ്ങനെ ഡ്രാമ കാണിക്കുന്നത്. എന്തിനാ ക്യാമറ മൊത്തം ഇങ്ങനെ ഇരിക്കാന്? സിമ്പിൾ. ഈ അണയാൻ പോകുമ്പോഴുള്ള ആളിക്കത്തല് എന്ന് പറയുന്നത് ഇന്ന് അതാണ്ടായത്, ശരിക്കും ഫുള്ള് ആളിക്കത്തലായിരുന്നു. അതായത് ഇന്ന് ആ വീട്ടില് ലിറ്ററലി എല്ലാം നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ നിങ്ങൾക്ക് എന്താണെന്ന് ഞങ്ങൾക്കല്ല കുഴപ്പമൊന്നും മനസ്സിലായില്ലേ. റോക്കി ഹണിമൂണിന് വന്നതാണോ എന്ന് ചോദിച്ചപ്പോ അത് പ്രശ്നമായി. സിജോ ചോദിച്ചപ്പോ സിജോന്റെ വീട്ടുകാരെ അപ്പൊ അങ്ങനെ തലയിൽ കയറി. അത് കഴിഞ്ഞിട്ട് ശ്രീതു ഒന്ന് മര്യാദയ്ക്ക് ഇരുന്ന് പറയാൻ നോക്കി. അപ്പൊ ശ്രീതുവിന്റെ തലയില്, അതിന് ശരണ്യ എന്ന് പറഞ്ഞാൽ ശരണ്യന്റെ തലയില്. അങ്ങനെ ഇതെന്തറിയോ, ഇത് ആ വീട്ടില് മൊത്തം പ്രശ്നമാകുമ്പോൾ ഓരോണ്ട് എല്ലാരും നോക്കി കൊഞ്ഞണം കുത്തനമാര് അപ്പുറത്ത് നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ച് കളിച്ചിരിക്കുകയാണ്. കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ ഇതുവരെ ഞാനും പറയുന്നു, അവർ അൺടിൽ അൺലെസ് ഇതൊരു പ്രേമമാണെന്ന് പറയാത്തടത്തോളം കാലം ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു മെറിറ്റ് സ്കെയിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് ഞാൻ കാണുള്ളൂ. ഓക്കെ, പക്ഷെ ഇത് ഞാൻ അന്ന് മുതലേ പറയുന്നുണ്ട്, ഇത് പ്യോർ സ്ട്രാറ്റജിയാണ്. ക്യാമറ കിട്ടാനും ക്യാമറ സ്പേസ് കിട്ടാനും 24/7 അവരുടെ കണ്ടന്റ് വരാനും, പിന്നെ പെർട്ടിക്കുലർലി രാത്രി ഒരു 11-12 മണിക്ക് ശേഷം ഈ ബിഗ് ബോസിന്റെ ലൈവ് വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. ആ ലൈവ് വ്യൂവർഷിപ്പിനെ ഇവർക്ക് കൂടുതൽ കണ്ടന്റ് ആകർഷിക്കാൻ പറ്റും. എല്ലാരും കിടന്നുറങ്ങുമ്പോ ഇവർ രണ്ടുപേരും ഒരു കട്ടിന്റെ മുകളിൽ പുതപ്പിനടിയിൽ ഇരുന്നിട്ട് കെട്ടിപ്പിടുത്തവും സംസാരവും ഉമ്മവയ്ക്കലും ആവുമ്പോൾ ഡെഫിനറ്റ്ലി അവർക്ക് കൂടുതൽ സ്ക്രീൻ സ്പേസ് ആയി. അവർക്ക് ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ അത് പറയാം, ജനങ്ങളിലേക്ക് എന്തെങ്കിലും കൺവേ ചെയ്യാണ്ടോ, അതൊക്കെ ഇതൊരു ധാരണയും കൂടെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവർ രണ്ടാളും എന്താ വിചാരിച്ച, ബിഗ് ബോസ് കാണുന്ന എല്ലാവരും ഭയങ്കര എന്താ പറയാ കുൽസിതം മാത്രം കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണ്. കുൽസിതം മാത്രമെന്നല്ല, അവർക്ക് തെറ്റ് പറ്റിയത് നിങ്ങൾ ഈ കുൽസിതത്തിന്റെ മുകളിലല്ല, അവര് ഈ സ്ട്രാറ്റജി യൂസ് ചെയ്തില്ല. അതായത് രാത്രി ഇരുന്നിട്ട് അവർക്ക് ശരിക്കും ആ ഫോക്കസ് ചെയ്ത ക്യാമറയില് സിജോനെ കുറിച്ച് പറയാം, റോക്കിനെ കുറിച്ച് പറയാം, അവരത് പറയുന്നതിന് പകരം എന്ത് ചെയ്തു, ഇതൊക്കെ കിട്ടാൻ വേണ്ടിട്ട് തന്നെ ആയിരിക്കണം ക്യാമറ ഫോക്കസ് ചെയ്തത് ആ ഫ്രെയിം കിട്ടാനും ഇവരുടെ
ആ ഒരു എന്ത് പറയുന്നു സാധനം കിട്ടാനും. അതെ, രാത്രി 3 മണിക്ക് 4 മണിക്ക് എന്തായാലും ഒറ്റയ്ക്ക് പോയിരുന്നെങ്കിൽ അറിയാം ക്യാമറ അങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നു. നന്നായിട്ട് കളിക്കായിരുന്നു. പുറത്തെ ജനങ്ങളോട് ഇവരുടെ ഒക്കെ ഒരു മുഖം പറഞ്ഞു കൊടുക്കാമായിരുന്നു. പക്ഷെ ഇവര് അതൊക്കെ വിട്ടു. അതിലൊക്കെ വിട്ടിട്ട് ഐസ്ക്രീം, ചോക്ലേറ്റ്, ഏറ്റവും സങ്കടം തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കേറുമ്പോ എന്തായാലും രണ്ടാളായിട്ടാണല്ലോ കയറിയത്. ജാസ്മിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള ജാസ്മിന് നന്നായി ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു. അത് ഗബ്രീന്റെ കൂടെ കൂട്ടിയിട്ടാണ് കൊള്ളാം. ഗബ്രീനെ ഞാൻ അത്ര പ്രതീക്ഷിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിപ്പോ രണ്ടാളെ ഗെയിം കൊണ്ട് ഇല്ലാതായില്ലേ. അതെ. അപ്പൊ എന്താണെങ്കിലും 1-2 വീഡിയോസ് നമുക്കിവിടെ പ്ലേ ചെയ്യാണ്ട്. ഒന്നൊരു ചോക്ലേറ്റ്, ലാലേട്ടൻ ചോക്ലേറ്റിന്റെ കേസ് പറഞ്ഞപ്പോ അന്ന് ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാലേട്ടൻ അവിടെ പറഞ്ഞു വെച്ചത് മോനെ ആരോടെങ്കിലും ഒക്കെ പ്രേമം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് കൊടുത്ത് തീർക്കുന്നുള്ള സെൻസിൽ തന്നെയാണ് ലാലേട്ടൻ അത് പറഞ്ഞത്. ഗബ്രിയും ജാസ്മിനും കൂടി ഇന്ന് അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കേട്ടോ, കുറച്ച് ക്ലിയർ കമ്മി ഉണ്ടാവും, എന്നാലും കേട്ടോ. നീ കഴിക്കണില്ല ആർക്കെങ്കിലും കൊടുക്കണം. ഞാൻ കഴിക്കുന്നില്ല, അത് ഞാൻ നിർത്തി വെച്ചാൽ നീ ചോക്ലേറ്റ് തരാൻ നിനക്ക് മനസ്സിലായോ? ചോക്ലേറ്റ് നീ കഴിക്കണ്ട, ഇനി ഞാൻ ക്ലിയർ. ഇവരിങ്ങനെ വെള്ളയായിട്ട് ഇണക്കുരുകൾ ഇരിക്കുന്നവര് എന്നിട്ട് തന്നെയാണ് റോക്കി പറഞ്ഞത് നിങ്ങൾ അതുകൂടെ ആഘോഷിക്കാൻ വന്നാണോ. അതായത് ചോക്ലേറ്റ് മെൽറ്റ് ആവുന്നതിന് മുമ്പ് ആരുടെങ്കിലും കയ്യിൽ വെച്ച് കൊടുക്കണം എന്ന് ലാലേട്ടൻ പറഞ്ഞു. ഞാനപ്പോ നിന്റെ കയ്യിൽ വെച്ച് തന്നു. അപ്പൊ ജാസ്മിൻ, എനിക്ക് ചോക്ലേറ്റ് ആരാന്ന് മനസ്സിലായോ? അപ്പൊ ഗബ്രി, ഇല്ല ഞാനാണ് ആ ചോക്ലേറ്റ് എന്ന് ജാസ്മിൻ. അതെ. അപ്പൊ അറിയാതെ വീട്ടിലെ ഏറ്റവും ഭംഗിയുള്ള ആൾക്കാരാണല്ലോ അവരൊരു ധാരണ. അതെ, ഗബ്രി ആണെങ്കിൽ സുന്ദരനാണ്, ഞാനാണെങ്കിൽ സുന്ദരിയാണ്. ഓൾറെഡി സുന്ദരി. അപ്പൊ ഗബ്രീനോട് പറയുന്നു ഞാനാണ് ചോക്ലേറ്റ്. അപ്പൊ ഗബ്രീനോ നീയാണോ ചോക്ലേറ്റ്, എന്നാൽ ഞാൻ നിന്നെ വെക്കുന്നു എന്റെ കയ്യിൽ തന്നെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് ഏത് ഫ്രണ്ട്ഷിപ്പിന്റെ ലൈനിൽ സത്യം പറഞ്ഞാൽ ഞാനാ വിട്ടുപോയി. കാരണം ഇവർ രണ്ടാളൊക്കെ ആദ്യം മുതലേ പറയുന്നുണ്ട് ഇത് പ്രേമം ഞാനാണ് അവരെ തെറ്റിദ്ധരിച്ചത്. ചോക്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ നക്കണോണ്ട് തെറ്റൊന്നുമില്ല, നക്കായിരുന്നല്ലേ. പക്ഷെ ചോക്ലേറ്റ് ഇടയ്ക്ക് ഉപ്പ് വരുന്നുണ്ട്. അതെ, കടലിൽ നോക്കിയ ചോക്ലേറ്റ് ആവും, കടൽ ചോക്ലേറ്റ് ആണ്. അപ്പൊ ഇതിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാ എന്താ പറയാ, ഇത് ഇവര് ഫ്രണ്ട്ഷിപ്പ് എന്നും പറയുന്നു, പ്രേമൊന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ചൊരു വ്യക്തിയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇമോഷണൽ ഡയലോഗും അല്ലെങ്കിൽ ഇവർക്ക് ഓസ്കാർ കൊടുക്കേണ്ട അഭിനയമാണ്. സീരിയസ് ആയിട്ട് ഓസ്കാർ കൊടുക്കേണ്ട അഭിനയം എന്ന് എനിക്ക് പറയാണ്ടാവുള്ളൂ. ഇവള് റിയൽ ലൈഫിൽ കൂടി പോലും ഇങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല ശരിക്കും. അതെ, അതായത് കല്യാണം ഉറപ്പിച്ചതൊക്കെയാണല്ലോ പറഞ്ഞത്. ആ സെക്കൻഡോട് കൂടി ചിലപ്പോ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അല്ല, ഏത് ഫ്രണ്ട്ഷിപ്പിൽ ഇപ്പൊ ആലോചിച്ചു. ഇപ്പൊ ഞങ്ങളെ കൂടെ തന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് സ്നേഹ. അപ്പൊ ഞാൻ എന്നിട്ട് അവളങ്ങനെ മാന്തലും കടിക്കലും നുള്ളലൊക്കെയാണ് ചെയ്തോണ്ടിരിക്കല്. കൈ പിടിച്ച് വീഴലൊക്കെ ഇതാണ് ഞങ്ങളെ പരിപാടി. ഇവർക്ക് പല ന്യായീകരണങ്ങളും കാണും. കാരണം ഒറ്റയ്ക്കൊരു വീട്ടിലിരിക്കുകയാണ്, നമ്മൾ വേറെ ആരും ഇല്ല, ബാക്കിയുള്ളവരൊക്കെ. ഇപ്പൊ ജാസ്മിൻ പറഞ്ഞു വെച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, എല്ലാവരും എന്നോട് വേറൊരു രീതിയിൽ നോക്കുന്നു, എന്നോട് സംസാരിക്കുന്നു. അപ്പൊ എനിക്ക് ഏറ്റവും കംഫർട്ട് സോണിൽ ഇരിക്കുന്നത് ഗബ്രിയാണ്. പക്ഷെ ആ കംഫർട്ട് സോണിനും ഇന്ന് മറ്റേ ശരണ്യ പറഞ്ഞ പോലെ ദർ ഈസ് എ ലൈൻ. ഒരു കംഫർട്ട് സോൺ എന്ന് പറയുമ്പോൾ ഒരു ലൈൻ ഉണ്ടല്ലോ ഇതിനകത്ത്. നിങ്ങൾ മാത്രമല്ല, ഇതിനകത്ത് ബാക്കിയുള്ളവരുണ്ട്, ക്യാമറാസ് ഉണ്ട്, ലോകം കാണുന്നുണ്ട്. സോ ഹൗ പീപ്പിൾ വിൽ ടേക്ക് ഇറ്റ്, അതിനൊരു സംഗതി ഉണ്ട്. ശരണ്യ വേറെ കാര്യം പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഇരിക്കുമ്പോ വേറെ ആൾക്കൂടെ ഒന്നും ഇരിക്കാൻ പറ്റില്ല എന്ന്, വേറെ ആൾക്കും കംഫർട്ട് ആവണില്ലാന്ന്. നിങ്ങൾ മാത്രമായിട്ട് ഒറ്റപ്പെട്ട് ഇവര് മാത്രമായിട്ട് മാറി നിന്ന് പോവാ, ആരും കൂട്ടണില്ല. എന്നിട്ട് സ്വയം പറയും ഞങ്ങളെല്ലാവരും ഒറ്റപ്പെടുത്തുക എന്നുള്ളതും. പിന്നെ ഞാൻ ഒരു നേരം പെട്ടെന്ന് ലൈവ് കണ്ടപ്പോ വിചാരിച്ചു, നമ്മളെ ജൂനിയർ അല്ലേ വീട്ടിലെ, എന്റെ ഒരു ഹസ്കി ഉണ്ട് ജൂനിയർ, ഇവൻ ബിഗ് ബോസ് പോയോന്ന് വിചാരിച്ചു. കടി എത്ര കടി എണ്ണിയിട്ടില്ല, അത് കണ്ടോട്ടോ. പോലീസ് സ്റ്റേഷൻ എന്തോരം നോക്കടാ തെണ്ടി. നീ എന്നെ കടിച്ചതോ അടിച്ചതോ നോക്ക്, എന്റെ കൈ മൊത്തം നീ നോക്കി. നീ തന്ന പാടുകളല്ലാതെ എന്നെ ആരും ഇവിടെ ഉപദ്രവിക്കാറില്ല. നീ തന്നെ നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലോ? നീ കൈ നോക്കൂ. ഇത് നോക്കൂ, ഇങ്ങനൊരു കടിയാത്. ഇതെല്ലാം എനക്ക് വല്ലാത്തൊരു കടിയാണ്. ഞാനതാ പറഞ്ഞത്, ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ജൂനിയറിനെ ഞാൻ കൂട്ടുന്ന തുറന്നു വിട്ടോ, അവനെ കണ്ടു പോയി ബിഗ് ബോസ് കയറി. ഫ്രണ്ട്സ് തമ്മിലൊക്കെ കടിക്കില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും? അല്ല, ഞാൻ ആലോചിക്കണം പണ്ട് കിന്നാരത്തുമ്പികളൊക്കെ കാണാൻ പോകുമ്പോ ആൾക്കാർ ഒളിച്ചും ഭാഗത്തൊക്കെയാണ് പോയുന്നത്. ആളുകൾ കേൾക്കുന്നുണ്ട് അങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോ ആർക്കാ കടി മനസ്സിലായി? കാണാൻ പറ്റുന്നല്ലോ. ഞങ്ങൾക്ക് മനസ്സിലായി ആർക്കാ കടി. ഇനി ഒരു പ്രപ്പോസൽ സീൻ എങ്ങനെയാ വരിക?
അങ്ങനെയാണ് എനിക്ക് കുറെ പേര് ഇത് അയച്ചു തന്നത്. ചേട്ടാ ഇത് പ്രപ്പോസൽ ആയിരുന്നില്ലേ, നമ്മൾ ഈ ഫ്രണ്ട്സ് എന്നുള്ള ഇതിൽ നോക്കുമ്പോൾ നമുക്കിത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ അഭിനയമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ടാണ് എന്നോട് പലരും ഇത് പ്രേമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് ഇത് അഭിനയമാണ്, ഡ്രാമയാണ്, ഒറ്റപ്പെടൽ സ്ട്രാറ്റജി. പ്രേമമായി തോന്നിയില്ല, പ്രേമല്ല, ഇത് ഒരുമാതിരി നാടകം കളി അല്ലേ. പ്രേമം എന്ന് പറയുമ്പോ ആ ഒരു ഇമോഷൻ നമ്മൾ വില ഇല്ലാതെയാക്കും ഇതൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ. അഭിനയം, ഭയങ്കര അഭിനയം, നാടകം കളിക്കാത്ര. ഇത് കണ്ടോട്ടാ. हमारी जैसी लड़कियां फ्लर्टिंग के लिए गई इसके लिए बनी है और इश्क मेरी सेहत के लिए अच्छा नहीं है. हमारी जैसी लड़कियां ഇതുപോലുള്ള പെൺകുട്ടികൾ ഫ്ലർട്ടിംഗ് लिए नहीं, ഫ്ലർട്ടിംഗിന് വേണ്ടിയല്ല, പിന്നെ നിർമ്മിച്ചിട്ടുള്ളത് പ്രണയിക്കാനാണ്. और इश्क मेरी सेहत के लिए अच्छा नहीं है എന്ന് പറഞ്ഞാൽ എന്റെ ആരോഗ്യത്തിന് പ്രണയം അത്ര നല്ലതല്ല. അവൻ എല്ലാം ഉരുട്ടി കൊണ്ടുവരുന്നു, അത് നോക്കൊന്നും മനസ്സിലായതില്ല. ഭാരത് മാതാക്കി ചെയ്യുന്നു. ജാസ്മിൻ നീച്ചു വന്നായിരുന്നു, ഭാരത് മാതാക്കി ചെയ്യും. എനിക്ക് ഇത്ര ഹിന്ദി അറിയൂ, മലയാളം തർജ്ജമ ചെയ്ത് കൊടുക്കണ്ടേ, അതിന് മലയാളം മനസ്സിലാവണ്ടേ. അല്ല, ഒരു സൈഡിൽ ഇങ്ങനെ ഹിന്ദിയിൽ ഡയലോഗ് വെച്ചപ്പോൾ അത് മനസ്സിലാവണില്ല, അവസാനം ഓൻ തന്നെ അത് പരിഭാഷ. അല്ലേ, ഗബ്രി ഇങ്ങനെ മുടിയൊക്കെ ആക്കിയിട്ടേ ജോധ അക്ബറിലെ മറ്റേ ഋത്തിക് റോഷൻ പറയുന്ന മാതിരി ഇഷ്ക് മേരി ജയർ കെ ലിയെ അച്ഛൻ അതില് മറ്റോള് എന്ത് ആര് ഇങ്ങനെ തേഞ്ഞ് മൊയ സാരി ഞാൻ കണ്ടിട്ടില്ല ബിഗ് ബോസിൽ. അടുത്തൊന്നും കറക്റ്റ് അമ്മയെ ആ സാധനം ഇട്ട് കൊടുത്താണല്ലോ ചീറും, അങ്ങനത്തെ റൈറ്റ് ആയിരുന്നു. പിന്നെ അതിനിടയില് ഇന്നിപ്പോ ഈ കളികളൊക്കെ നടക്കുന്നതിന്റെ ഇടയില് ആകെ വീട് മൊത്തം തിരിഞ്ഞു ഇവർക്കെതിരെ. വീട് മൊത്തം മാത്രല്ല, പുറത്ത് വരെ വീട്ടുകാർ വരെ ഇവർക്കെതിരെ തിരിഞ്ഞു. അങ്ങനെ മനസ്സിലായി, വീട്ടുകാരും നാട്ടുകാരൊക്കെ തിരിഞ്ഞു മനസ്സിലായി. അപ്പൊ പിന്നെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു. ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടിയല്ലേ വന്നത്? ഒറ്റയ്ക്കാണ് ബിഗ് ബോസ് കളിക്കുന്നത്, ഒരാൾക്ക് കാണുമല്ലോ അങ്ങനത്തെ. നിങ്ങളുടെ അച്ഛന് നിങ്ങളോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇന്നെ കൺഫ്യൂസ് ചെയ്തത്. അതായത് ആരോട് വേണമെങ്കിലും വീടിനകത്ത് ഇവൾ എന്ത് പറഞ്ഞോട്ടെ, ഡ്രാമയാണ്, കളിയാണ്, അല്ലെങ്കിൽ ഫ്രണ്ട്സാന്ന് പറഞ്ഞോട്ടെ. ബിഗ് ബോസിന്റെ അടുത്ത് പോയിട്ട് എന്തിനാണ് ജാസ്മിൻ ഒരാളടുത്തൊരു ഇതൊക്കെ കാണുക? എന്ത് ഇത്, അതെന്ത് ഇത്, അതാണ്. അല്ല ഇതെന്താ? അല്ലെങ്കിൽ നേരിട്ട് ബിഗ് ബോസിനോട് പറയാലോ, എന്റെ ഫ്രണ്ടാണ്, എനിക്കൊരു കംഫർട്ട് സോൺ ഉണ്ട്, ഞാൻ ആ ഫ്രണ്ട്ഷിപ്പില് ഗബ്രീന്റെ ഒപ്പം സ്ട്രൈറ്റ് അവേ പറയാം. അതാണ് സ്ട്രൈറ്റ് അവേ പറയണ്ടേ. ഇതിനകത്ത് പകരം ജിത്തുബായി പറഞ്ഞ പോലെ അവിടെ ഇരുന്നിട്ട് ഒരാളടുത്തൊരു ഇത് കാണുമല്ലോ. എന്താ ബിഗ് ബോസ് എന്താ പൊട്ട? ഇതൊന്നും കാണാതിരിക്കാൻ ബിഗ് ബോസ് ആണ്. അല്ലാതെ ബിഗ് ബോസ് ഈ ക്യാമറയും വെച്ചിട്ട് ഇത് 24 മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ബിഗ് ബോസിന് അറിയില്ല ഇപ്പൊ എന്താന്നുള്ളത്. എന്നിട്ട് ബിഗ് ബോസിന്റെ അടുത്ത് പോയിട്ട് അഭിനയിക്കണേ. പുറത്ത് എല്ലാരോടും പറയാണ് ഇത് ഫ്രണ്ട്ഷിപ്പാണ്, ബിഗ് ബോസിനോട് പോയിട്ട് ഒരാളെടുത്തിട്ട് ഇത് കാണുമല്ലോ. അതും ഇതും ഞങ്ങള് കണ്ടെന്നുള്ളതും കൂടെ ഓർക്കണം. അപ്പൊ അങ്ങനെ ഉപ്പ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, ഉപ്പ സംസാരിച്ചതിന്റെ ഒരു എഫക്റ്റും ജാസ്മിനിൽ കാണാനുണ്ട്. ഓക്കെ, ജാസ്മിൻ പുറത്തിറങ്ങിയിട്ട് എല്ലാവരോടും പറഞ്ഞു ഉപ്പാക്ക് വയ്യ, ഹോസ്പിറ്റലിലാണ്, എന്തോ ഒരു ഓപ്പറേഷൻ, ജെനുവിൻ ആവാം, അല്ലാതിരിക്കാം, ഇതിലൊന്നും ഒരു ക്ലാരിറ്റി നമുക്ക്. എന്തായാലും പിന്നെ നടന്ന ആ കുറച്ച് കാര്യങ്ങളോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരാളെ ഇമോഷൻ ഒന്നും പറയാൻ പാടില്ലല്ലോ എന്നുള്ളത് തൽക്കാലം ഞാൻ നിർത്തണം. ബാക്കി കളികൾ കാണുമ്പോൾ ഈ കാര്യം കൂടി ഞാൻ അതിന്റെ കൂടെ എന്തായാലും പറയും. അല്ല, ഞാൻ വേറെ കേസ് വിടട്ടെ, ഇതിപ്പോ നമ്മള് പറയാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ക ഫേക്ക് കരച്ചിലും ഒരു മറ്റേ റോക്കിന്ന് വിളിച്ചുള്ള ഒരു ഓട്ടൊക്കെ ഉണ്ട്. ഞാൻ റോക്കിനെ ഞാൻ കാണിച്ചു പേടിയോ എന്ത് കണ്ടോ? എനിക്കുള്ള ഇമോഷണൽ സപ്പോർട്ടാണ് നീ, പക്ഷെ അത് വേറൊരു രീതി പുറത്തു പോകുന്നുണ്ടെങ്കിൽ മേ ബി എന്റെ ഓവർ തിങ്കിങ് ആയിരിക്കാം. എനിക്ക് ചെയ്യട്ടെ, എനിക്ക് നീ ഇവിടെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ആരെങ്കിലും ഒന്ന് അല്ല വേണ്ട അവർക്ക് പറയല്ലേ, എന്റെ അടുത്ത് റോക്കി 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 ഹെൽപ്പ് വേണം പ്ലീസ്, ഇറ്റ്സ് അർജന്റ്, എനിക്ക് സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് വേണം, എന്നെ ഒന്ന് വിളിക്കേ, എനിക്ക് അർജന്റായിട്ട് വേണം, പ്ലീസ് എന്നെ ഒന്ന് വിളിക്കേ. റോക്കി 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 പോണ റോക്കിന് റോക്കിക്ക് ഇട്ട് കുത്തിയിട്ട് പോണത്. വീട്ടിൽ പോവാണെങ്കിൽ കൊടുത്തിട്ട് പോവാന്നുള്ള രീതി. ഇതിന് ഞാൻ ഒരു കേസ് പറയണേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആരും ഇത്ര വലിയ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ഒന്നും ഇല്ല. ഓക്കെ, അവിടെ എല്ലാരും തുല്യരാണ് എന്നാണ് കാണുന്ന പ്രേക്ഷകരായ നമ്മളുടെ ഒരു ഇത്. അതിൽ കയറുന്ന എല്ലാരും തുല്യരാണ്. അപ്പൊ ആ തുല്യത പാലിക്കണം. അല്ലാതെ ജാസ്മിൻ എന്തെങ്കിലും ഒരു പ്രിവിലേജ് ഉണ്ടെന്ന്, ഒരു കൂടുതൽ ഉണ്ടെന്നോ എനിക്കറിയില്ല. ഇനി ഈ ഷോ രതീഷ് പോയതിനു ശേഷം ജാസ്മിനിലൂടെയാണ് പോണെന്നുള്ളൊരു തോന്നൽ ബിഗ് ബോസ് ടീമിന് ഇനി തോന്നുന്നുണ്ടോന്ന് അറിയില്ല. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യേണ്ട പരിപാടി
ഉപ്പ വിളിച്ചിട്ട്, ഇത് ഭയങ്കര പ്യോർ സാധനമല്ലേ, പുറത്ത് ഉപ്പ വിളിക്കുകയാണ്, വയ്യാന്നാണ് പറഞ്ഞെന്നുണ്ടെങ്കിൽ അത് വയ്യാന്നുള്ള കാര്യത്തിന് മുകളിൽ നിൽക്കും. ഇത് ഗബ്രി അടക്കം ചോദിക്കുന്നുണ്ട് അങ്ങോട്ട്. സോ ഇവിടെ ഈ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ബോണ്ട് കൃത്യമായി നമ്മൾ കണ്ടതാണ്. ഒരാൾ പറയാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് മറ്റേ കാര്യം കിട്ടുന്ന രീതിയിലുള്ള ഒരു കണക്ഷൻ ഇവർ രണ്ടാളും തമ്മിലുണ്ട്. അപ്പൊ ഓബിയസ്ലി ഇവർക്കത് ജാസ്മിന് കാര്യം കത്തി, വീട്ടിൽ നിന്ന് ഇതാണ് പറഞ്ഞതെന്നുള്ളത് ജാസ്മിൻ അറിയാം, ജാസ്മിനോട് അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് ജാസ്മിന്റെ ബോഡി ലാംഗ്വേജ് എന്ന് ഉറപ്പാണത്, ജാസ്മിന് കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഗബ്രിക്ക് അത് ജാസ്മിൻ കൺവേയും ചെയ്തിട്ടുണ്ട്, ഉറപ്പാണത്, അത് കൺവേ ചെയ്തു. ഇനി എന്ത് ഗെയിം, ഇനി ജാസ്മിൻ കപ്പ് അടിച്ചാലടക്കം അതിന് 0 വാല്യൂ ആണ്. കാരണം എന്താ, പുറത്തുനിന്ന് ഉപ്പ വിളിച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെയാന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ ബിഗ് ബോസ് സീസണിൽ പല സീസണിലായിട്ട് എത്ര പേർക്ക് സൈബർ അറ്റാക്ക് കിട്ടിയിട്ടുണ്ട്. അല്ല, കഴിഞ്ഞെല്ലാം പാവാ ദേവുവിനൊക്കെ നമ്മൾ വെറുതെ സംശയിച്ചു. പിന്നെ ദേവൊക്കെ പുറത്തിറങ്ങിയപ്പോ ദേവനൊന്നും നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അല്ല, അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇത് എന്താണെന്ന് ഞാൻ റിയാസ്, സ്ത്രീകൾ, റിയാസിന്റെ അവസ്ഥ എന്തായിരുന്നു? അപ്പൊ ഇത് ഈ ഷോന്റെ ഭാഗമല്ലേ, അല്ലാതെ നിങ്ങൾക്കൊരു സ്പെഷ്യൽ പ്രിവിലേജ് ഈ ജാസ്മിന് കൊടുക്കാൻ മാത്രം. ജാസ്മിൻ ജാഫറിന് ആരാണ് ജാസ്മിൻ ജാഫർ ഈ ബാക്കിയുള്ളവരെക്കാൾ കൂടുതലുള്ളത്? ഞാൻ സംഗതി സത്യം പറയല്ലോ, ജാസ്മിൻ ഒരു കിടിലൻ ഗെയിമറാണ്. എനിക്ക് ജാസ്മിൻ കപ്പടിക്കുന്ന ഉറപ്പുണ്ടായിരുന്നു. ക്യൂൻ ഓഫ് ദ സീസൺ എന്നാണ് ഞാൻ ജാസ്മിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ജാസ്മിൻ ഇത് വീട്ടിൽ പറഞ്ഞ് പോയത് ഏത്, ഞാൻ അങ്ങനെയൊക്കെ ഗെയിം കളിക്കും, കയ്യിൽ നിന്ന് പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യണമെന്ന് വീട്ടിൽ പറഞ്ഞിട്ടും പോവാലോ, അതും ചെയ്യാലോ അല്ലേ? എന്താ പറയാ, നമ്മളോട് മാത്രല്ല അതിന്റെ ഉള്ളിൽ കളിക്കുന്ന ബാക്കി 15 അല്ല 16 17 ആൾക്കാർ എല്ലാരോടും എന്തിന് ശനി ഞാനും വരെ ലാലേട്ടനെ വരെ പൊട്ടനാക്കണ അവസ്ഥ വേണ്ട. ഈ ഷോന്റെ ക്രിയേറ്റേഴ്സിനെ തന്നെ പൊട്ടനാക്കണ അവസ്ഥയല്ലേ ചെയ്തത്. ഞാൻ സിമ്പിൾ ആയിട്ട് ചോദിക്കുകയാണ്, ജാസ്മിൻ പുറത്ത് വീട്ടുകാരോട് പറയാണ്, ഞാൻ ഇങ്ങനൊരു ലവ് സ്ട്രാറ്റജി കളിക്കും, അത് കൈവിട്ട് പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു കോൾ അങ്ങോട്ട് ചെയ്യണം. സിമ്പിൾ അല്ലേ കാര്യം? എന്താ കൈവിട്ട് പോകുന്നത്, അവനവൻ അറിയില്ല എന്താ ചെയ്യണമെന്നുള്ളത്. കൈവിട്ട് പോവാ, നമുക്കറിയില്ല നമ്മുടെ ലിമിറ്റ്. ബാക്കി ആർക്കും കൈവിട്ട് പോകണില്ലല്ലോ. ഇവിടെ ഭയങ്കരമായ ആദർശങ്ങൾ എനിക്ക് തീരെ പറ്റിയിട്ടില്ല. ഈ പരിപാടി കാണിച്ചത് എനിക്ക് ഒട്ടും പറ്റിയിട്ടില്ല. അതെ, ഇനിയിപ്പോൾ എന്താ ചെയ്യാ, ക്വിറ്റ് ചെയ്യണോന്നൊക്കെ ഇവനോട് ചോദിക്കുക, ഗബ്രീനോട്. എന്താ അറിയോ, അടുത്ത സീസൺ വരുമ്പോ അതിലുള്ള ആൾക്കാർ ഇതിനേക്കാളും വലിയ സാധനങ്ങൾ പ്ലാൻ ചെയ്ത് വരില്ല. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ വീട്ടുകാരെന്ന് വിളിച്ചാൽ പോരെ. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ബാക്കി എല്ലാരോടും പറയണം. മറ്റേ പറയണ പോലെ ജിൻഡോനോട്, റോക്കിനോട്, ഇവരോടൊക്കെ. അതെ, ജിൻഡോ, റോക്കി ഒക്കെ. ഇതിന് ഫസ്റ്റ് തന്നെ ആ രതീഷിനെ പുറത്താക്കി. അപ്പൊ അയാൾക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുക്കാൻ, എന്തൊക്കെ ചെയ്യാളോടൊന്നും ഒരു പൊടിക്ക് ഒതുങ്ങാൻ പറഞ്ഞ പോലെ. ആ ജിൻഡോനോടും റോക്കിനോടും സ്ത്രീ വിരുദ്ധത പറഞ്ഞിട്ട് വീട്ടുകാർക്ക് പറഞ്ഞ പോലെ ഇത് കൂടുണ്ട്, ഒന്ന് കുറച്ച് കുറയ്ക്കാനൊക്കെ വേണ്ടി. അപ്പൊ എന്താ അറിയോ, സ്ത്രീ ആയതുകൊണ്ടുള്ള പ്രിവിലേജ് ആണോ, സ്ത്രീ ആയതുകൊണ്ട് സൈബർ അറ്റാക്ക് വരും, അല്ലെങ്കിൽ പുറത്തിറങ്ങി അങ്ങനെ ആണും പെണ്ണും തുല്യമായിട്ടുള്ളതാണ്. ജാസ്മിൻ തന്നെയാണ് ഇതിനുള്ളിൽ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു നടക്കുന്നത്. ഇനിയിപ്പോ എന്തായാലും ഇത് കണ്ടറിയാം. വരും ദിവസങ്ങളിൽ ജാസ്മിൻ ഗബ്രിയോട് എങ്ങനെയെന്നുള്ളത് കാണുമ്പോൾ മലയാളി പ്രേക്ഷകർക്ക് ഏകദേശം മനസ്സിലാവും. ഇത്രയും ദിവസത്തെ നമ്മളെ കളി കണ്ടു വെച്ചിട്ട് നോക്കുമ്പോ ഇപ്പൊ തന്നെ തുടങ്ങിണ്ടാവും ചിലപ്പോ. അല്ല, ഇപ്പൊ തന്നെ പറയുന്നുണ്ട് ജാസ്മിൻ. ഒരു ക്ലിപ്പ് ഞാൻ കണ്ടു, വീഡിയോ ക്ലിപ്പ്, ഒന്ന് മാറിപ്പോ, എന്നെ തുടങ്ങി മാറിപ്പോവോ, വിട്ടുപോവോന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോ എന്ത് കാട്ടിയിട്ടാണ് ഓവർ? അല്ല, ഇത് ഞാൻ ഒന്നുമില്ലല്ലോ. ഇനി അങ്ങോട്ട് ജാസ്മിൻ ഫൈനലിൽ എത്തിയാലും കപ്പടിച്ചാലൊന്നും നോ വാല്യൂ, സീറോ വാല്യൂ. കളിക്കുന്ന ആൾക്കാർ അപ്പുറത്ത്. ജാസ്മിൻ കൺഫെഷൻ റൂമിൽ പോയ സമയത്ത് തന്നെ ഗബ്രി മറ്റേ ഇവരില്ല, എന്താണ് രശ്മിന്റെ കൈയും പിടിച്ചിരിക്കുന്നുണ്ട്. അവൻ അടുത്ത ആളെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു സെറ്റ് ടെൻഷൻ പോയി. ഇന്നിപ്പോ ജാസ്മിനെ വിളിച്ചാ പോയിന്റെ ഉള്ളിൽ നിന്നിട്ട് അതിന്റെ ജാസ്മിൻ കള്ളത്തിന് ചെയ്യുമ്പോ അറിയുന്നുണ്ട്, തോന്നലുണ്ടാവുമല്ലോ ഉള്ളില്. ഇവൻ ചോദിക്കണ്ടല്ലോ ഗബ്രി, അതായത് നമ്മള് ഇവിടുത്തെ എന്തെങ്കിലും പ്രശ്നമാണോ, അപ്പൊ കൺവേ ആയി പുറത്തിറങ്ങിയിട്ട് അത് കൺവേ ആകും. ഈ എന്താ പറഞ്ഞത്? അല്ല, എന്റെ ജാസ്മിൻ ഇവനോട് ചോദിക്കുന്നത് ഞാൻ ക്വിറ്റ് ചെയ്യണോന്ന്. ഇത്ര വലിയ ഡിസിഷൻ എടുക്കണ ഇമേജ് കോൺഷ്യസ് സ്ഥലത്തോളം അപ്പൊ അവിടെ ക്വിറ്റ് ചെയ്യണമായിരുന്നു. കാരണം അത് കൺവേ ആക്കി കൊടുത്തത് എവിടെ അറിയോ ഡയലോഗ്, എന്റെ ഉപ്പാക്ക് ഓൾറെഡി ഹാർട്ടിന് പ്രശ്നമുള്ള ഒരാളാണ്, എന്റെ ഉപ്പാക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇപ്പൊ വരണം എന്നുണ്ടെങ്കിൽ വേറെ എന്തോ ഒരു റീസൺ ഉണ്ട്. സോ ആ വേറെ എന്തോ ഒരു റീസൺ ഈ അകത്തുള്ള പ്രശ്നങ്ങളാന്നുള്ളത് അരിയാഹാരം കഴിച്ചാൽ നമുക്ക് മനസ്സിലാവും, പിന്നെ ഗബ്രിക്ക് മനസ്സിലാവാതിരിക്കുവോ? അല്ല, അത് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇതിന്റെ അടുത്തേക്ക് കുറച്ചങ്ങോട്ട് അകന്നേക്ക് എടുത്തേക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് മനസ്സിലാവില്ല എന്താണ് കാര്യങ്ങള്. സോ ഞാൻ പറഞ്ഞല്ലോ, ഇനി അങ്ങോട്ട് ജാസ്മിന്റെ ഗെയിം ഒറ്റയ്ക്ക് കളിച്ചാലും ഇനി എന്ത് കളിച്ചാലും there is no value, zero value. ജാസ്മിന്റെ സിനിമയെ കിട്ടൂല എന്നൊക്കെ ഉറപ്പായി, കൺവേ ചെയ്യാൻ പറ്റണില്ല അഭിനയിച്ചിട്ട്. അപ്പൊ ഓക്കെ ഗൈസ്, ഇനി രാത്രിത്തെ എപ്പിസോഡ് അല്ല, ഇത് ബിഗ് ബോസ് എന്താ വിചാരിച്ചോ, പണ്ടാരം ഞാൻ 24/7 കാണിക്കാനും തുടങ്ങി. ഇനിയിപ്പോ വിടാതെ പോകാനും പറ്റില്ലല്ലോ എന്നായി. അപ്പൊ ഓക്കെ ഗൈസ്.